ഹലോ ഗേസ്, അപ്പോൾ നമ്മളിന്ന് വന്നതെന്ന് പറഞ്ഞാൽ നല്ലൊരു ഗെയിമായ മൈൻക്രാഫ്റ്റ് ആണ്. ഗേസ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്തത്. ഇതിപ്പോൾ നമ്മൾ വില്ലേജറിനെ വീട് തട്ടിപ്പറിച്ച് കുത്തിപ്പിടിച്ചെടുത്താണ്. ഇപ്പോൾ കുത്തിപ്പിടിച്ചെടുത്ത മൈൻക്രാഫ്റ്റിൽ വില്ലേജറിനെ വീട്. അപ്പോൾ നമുക്ക് നേരെ ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. ഇതൊക്കെ ഞാൻ പിന്നീട് എവിടുന്നോ കട്ടെടുത്തുണ്ടോയെന്ന് വെച്ചാണ് ഓൻ നോക്കണ്ട. കട്ടെടുത്തത് എവിടെ നോക്കിയതാ. പിന്നെ കൂടുതൽ സ്ഥലത്ത് നിന്ന് എനിക്കൊരു കുറച്ച് ഡയമണ്ടിന് എന്തോ സാധനം കിട്ടി. ഡയമണ്ട് അല്ല, സ്വർണ്ണവും. യെസ്, ഗോൾഡ്. ഇതുള്ള ബ്രെഡും സാമാനങ്ങളുമാണ്. അയണില്ലേ, അപ്പോൾ ഇനി ട്രേഡ് ചെയ്തിട്ടില്ല. കുറച്ച് എമറാൾഡ് 4 എമറാൾഡ് പോരെ എനിക്ക് തന്നു. ട്രേഡ് ചെയ്തുണ്ടാക്കി. ഈ സംഭവം നേരെ ഉരുണ്ട് എവിടേക്ക് പോകാന്ന് വെച്ചാൽ സ്ഥലമൊക്കെ കാണാൻ പോവാം. സ്ഥലം കാണിച്ചു തരാം. ഇതിനു മുമ്പ് വീഡിയോ എടുത്തിരുന്നു, പക്ഷെ അത് പോയി. നേരെ ഫസ്റ്റ് തൊട്ട് സ്റ്റാർട്ട് ചെയ്ത് മരം മുറിക്കുന്നൊന്നും എന്നെ കൊണ്ട് കാണിക്കാൻ പറ്റിയില്ല. കല്ല് തപ്പി പിടിച്ചെടുത്തിട്ട് നമ്മൾ കൃഷിയുടെ നമുക്കൊന്ന് നന്നാക്കാം. ഇവിടെയൊക്കെ നമുക്ക് കുത്തി മാന്തി വലിച്ചിടാം. നടാം. ഇവിടെ നടാം. ഇവിടെ നടാം. വേണ്ട, അല്ല ഇവിടെ നടാം. ഇനി എന്തിനാണ് വന്നത് അടിക്കുന്നത്? കൊല്ലടാ, ഇതങ്ങനത്തെ അപ്പളാണ് നന്ദി. സോറി. നിങ്ങൾക്കല്ലടാ കണ്ട ഇംഗ്ലീഷിൻ്റെ സൗണ്ട് പൊളിയല്ലേ? അതൊന്നും നോക്കണ്ട. അപ്പോൾ മറ്റേ എനിക്ക് സൗണ്ട് ഒന്ന് തൊണ്ട ഇറക്കി പിടിച്ചറിഞ്ഞാൽ തൊണ്ട നീക്കി പിടിച്ചറിഞ്ഞാൽ മതി. അപ്പം നമുക്ക് അതൊക്കെ കിട്ടും. ഇപ്പം വെറൈറ്റി സൗണ്ട് ആയില്ലേ. നമുക്കിപ്പോൾ എന്താക്കണ്ട് പറഞ്ഞാൽ നേരെ ഈ ചളിക്കട്ട എടുക്കണം. എടുത്തു വെള്ളയ്ക്ക് ഇവിടെ ഡാം തുറന്നു. ഡാമല്ല, ഈ കനാല് ഇവിടെ തുറന്നു. കനാലല്ല, ഏതോ ഒരു സ്ഥലത്തെ പോയാണ്. അർജുൻ പോയാന്ന് തോന്നുന്നു. അടുത്ത വെള്ളം കുറച്ച് കലക്ക് വെള്ളം. അപ്പോൾ ഇത് ചില്ലിട്ട് വെച്ചാൽ ഞാനാണ്. അപ്പോൾ ചില്ലിട്ട് ഞാനാണ് സാൻഡ് എടുത്തുകൊണ്ട് വന്ന് മറ്റേ അടുപ്പൊക്കെ കത്തിച്ച് ഞാനും ഇട്ടിച്ച് കത്തി. ഫർണസ് എന്ന് അതിൻ്റെ പേര്. യെസ്, കറക്റ്റ്. അയ്യോ, വെള്ളം പോയോ? വില്ലേജർ ഇപ്പം അടിച്ചു ഓടിക്കും ഗ്രാമത്തുനിന്ന്. ഇവിടെയൊക്കെ നന്നാക്കി നോക്കാം. വെള്ളം. അയ്യോ, ലോപ്സീഡി പണ്ട് ഞാൻ കളിച്ച് ഡിലീറ്റ് ആക്കിയതായി. പിന്നെ ഈ ഒരു ഇഷ്ടം വന്നു. 29 രൂപ കൊടുത്ത മൈൻക്രാഫ്റ്റ് എണ്ണം തരും. ഇതൊരു പ്രത്യേക തരമുണ്ട്. നിങ്ങൾ ഇതിൽ പശുവിനെ കണ്ടിട്ടുണ്ടോ? പശു എന്ന് പറഞ്ഞാൽ ഇതിൽ പശുവല്ല. പശു എന്ന് പറഞ്ഞാൽ പശുവല്ല. പശു ആടും മിക്സ്ഡായ സാധനം, മനസ്സിലായില്ലേ? ആ ഒരു ജന്തുവാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. അതാ പശു പോകുന്നു. വേണ്ട, എന്താ പന്നിയോ? കണ്ണ് മൂക്കെല്ലാം ഉണ്ടല്ലോ. തുളയോ? കയറാൻ പറ്റുന്ന അതിലോട്ട്. വേറെന്തോ സാധനം അത് വെച്ച് നോക്കി. എന്തോ ചുട്ടുതരുമോ? ചുട്ടുതരൂല. അതിനകത്ത് വെച്ച് പോന്നു. ഈ മണി ഞാൻ നേരത്തെ ആദ്യമായിട്ട് ഇത് കളിച്ചതിന് വെച്ചിന്. മണി അടിച്ചാൽ പണിയാ. മണി അടിച്ചാൽ ഇവന്മാരൊക്കെ നാളിട്ടാളും. അല്ല, പൊരേനകത്ത് കയറിക്കാളും. ഒളിച്ചുത്തിരിക്കും. അപ്പോൾ ഇതെന്ത് സുന്ദരമുണ്ടോ? നമ്മൾ പുറത്തേക്ക് പോവാം. ഇത് നേരെ ഇവിടെ റോഡ് മോശം എടുക്കുക. പ്രസിഡന്റിനോടൊന്ന് പറയണം. നമുക്ക് തന്നെ ചെയ്യാം. പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് തന്നെ സിമ്പിളാക്കി ഇതൊക്കെ ചെയ്യാം. ഇതൊക്കെ സിമ്പിള്. മണ്ണ് തോണ്ടി കളിക്കണം ആദ്യം നമ്മൾ. മണ്ണ് തോണ്ടി എന്താ ബബിൾസോ? നല്ല ബബിള് പോയോ? അത്രയും നേരം കൂടെ കഴിഞ്ഞോ? വെള്ളത്തിൽ മുങ്ങുമ്പോൾ വരുന്ന സാധനം തോന്നുന്നു. പായലും മാറുമായാലായിട്ട് എൻ്റെ വില്ലേജർക്ക് വേണ്ടി പൂങ്കാവനം തന്നെ ഇവിടെ ഉണ്ടാക്കും. ആ പൂച്ച. ഇതാ ഞാൻ പറഞ്ഞ പശു. ഇത് പശുവും പട്ടിയാന്ന് തോന്നുന്നു. പകുതി മൂക്കളും മാറ്റിയ മൂക്കടെ പോയി ഒരു ചെറിയ കുത്തുപോലെ ചെവിയുണ്ട്. ബ്രെഡ് കാണും. തൊള്ളയും തുറന്നത്തുന്നു. അവിടെ കാലും ഇല്ല. കാലൊക്കെ ആര് ചുരണ്ടി കൊണ്ടുപോയിന്. ബത്തക്ക. ഇതെന്താ കൈതയോ? ഞാനൊരാണ് ഈ കൈതനെ തച്ചപ്പോൾ
കൈത തുപ്പിക്കാൻ ഞാൻ എന്തോ ഒരു കൈത പന്നി മുട്ടിട്ടു പന്നി മുട്ടിട്ട് ഇതാദ്യം കാണുന്ന സംഭവമാണല്ലോ കോഴിമുട്ടയല്ലേ ആ പന്നി ഇങ്ങനെ കോഴിമുട്ടിട്ട് അതാ കോഴി വണ്ടിക്കാൻ ഇപ്പോഴത്തെ കോഴിൻ്റെ ഒക്കെ ഒരു കാര്യേ നേരെ അതൊക്കെ പണിഞ്ഞ് വെക്കാം ഇതൊക്കെ ഒരു പുഴ തന്നെ ഞാൻ അടക്കി വാണ്ട് നല്ല പൊട്ട മൈൻക്രാഫ്റ്റ് ആയതുകൊണ്ട് സുഖമായിട്ടൊക്കെ ചെയ്യും കുഴിച്ചെടുക്കാം അല്ലാണ്ട് എന്താക്കും ഒരു കല്ലുകൂടി കാണും ഓക്കെ ഒരു കല്ലും കൂടി ആവശ്യമുണ്ട് ഒരു കല്ലുകൂടി നമുക്ക് ഇതാക്കി വെക്കാം ആദ്യം നമുക്ക് ഈ വെള്ളം അണക്കെട്ട് തുറന്നുവിടാം അണക്കെട്ട് തുറന്നു വിട്ടിക്കുന്ന ഇനി ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കൊത്തി മന്തിയിടുക ഇതൊക്കെ കുറച്ച് പണിയായ കാര്യങ്ങളാണ് ഇനി നമ്മൾ സൂര്യൻ എന്ത് രസമായിരിക്കും ഇവിടെ കുറച്ച് നേരം നിൽക്കാൻ ഈ സൈഡിലോട്ട് കയറി നിൽക്കാം ഇനി ഇവിടെ നിൽക്കാം പക്ഷെ അധികം നേരം നിന്നാൽ കുറേ ജീവികളുണ്ട് ഇവിടെ മാരക ആയുധമായ ജീവികൾ യോമ്പി വലിയ നീണ്ട കാലൊക്കെയുള്ള സാധനം ക്രീപ്പറണ്ണൻ ആ പൂച്ച ഓടി കളിക്കുന്നു പൂച്ചേ നമ്മളെ പോലെ ഇവിടം കാണാണ് അയങ്കോളം ഇവൻ ഇരുമ്പേ തിന്നു അതാ ഇവനാണ് നാലുകാലി ജീവി അയങ്കോളത്തിന് ഇതിപ്പോൾ പണി വാങ്ങുക അയങ്കോളം മുസൽമാന് ഒരാണ് വില്ലേജറിൽ നിന്ന് ഒരു ചൊറിയാൻ പോയത് നല്ല മേഘങ്ങൾ ഇപ്പം മഴ ചെയ്യുന്ന തോന്നുന്നു നല്ല സ്റ്റാർസ് ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ അതാ ഇവന്മാരാണ് ഇവിടുത്തെ ആരുവാന്ന് അയാൾ ഇവൻ്റെ പോയാൽ തന്നെ ഇവൻ അടിച്ചൊതുക്കും കിണറ് പോയി നന്നായിട്ട് നേരെ ലാഭക്കുളം ഇതൊക്കെ ഞാൻ മാറ്റിയതാ ഇങ്ങനെയുണ്ട് ബുദ്ധി ഈ സാധനം തച്ചാ തുപ്പും ഇതുവരെ ഉണ്ട് ഞാൻ ഉണ്ട് അതിനോട് കട്ടീസ് അതിനോട് നേരെ പോയി സ്റ്റാർട്ട് കയറട്ടെ വീട്ടിൽ കയറട്ടെ അപ്പോൾ വീട്ടിൽ കയറി ഉറങ്ങി കളിക്കാം അവിടെ ഉറങ്ങാം ഡോറടിച്ചിട്ട് വേണം ഉറങ്ങാൻ അല്ലെങ്കിൽ സോംബി ഒന്ന് ചവിട്ടി എണീപ്പിക്കും ലീവ് ബെഡ് റെസ്പോൺ പോയിന്റ് സെറ്റപ്പ് ആക്കി വെച്ച് ഉറങ്ങാം ശരി ബീച്ച് പോവാം സൂര്യൻ സൂര്യൻ അമ്മോ തുപ്പ വാങ്ങും അറിയാണ്ട് തച്ചുപോയി ക്രീപ്പറണ്ണ എന്തൊക്കെ ഉണ്ട് വിശേഷം ഇയാളെന്താ മുന്നിൽ കളിക്കുന്നത് അതാ കുട്ടി ഇയാളെ കൊണ്ട് എൻ്റെ വീടിൻ്റെ മുമ്പിലേക്ക് ഇതൊക്കെ നന്നാക്കട്ടെ ഇവിടെ പോവും എന്തത് ക്രീപ്പറുമായി വീഴുന്നു ഈ ക്രീപ്പർ മാത്രം വെയിലടിച്ച ചത്തുമില്ല മറ്റേ മൃഗങ്ങളൊക്കെ വെയിലടിച്ച് ചത്തു ഇത് മാത്രം എന്തോ ജീവി ഇഷ്ടമില്ല നിങ്ങൾക്കും ഇഷ്ടം ഉണ്ടാവൂല വൈറ്റാ ക്രീപ്പറല്ലേ ക്രീപ്പർ എന്ന് പറഞ്ഞാൽ എന്താ സാധനം നമുക്ക് അടുത്തതിൽ തന്നെ എൻഡർ ഡ്രാഗനെ കൊല്ലാം എൻഡർ ഡ്രാഗനെ കൊല്ലാൻ വേണ്ടി ഞാനൊരു കളി ഉണ്ടാക്കുന്നു എന്താ കോഴിക്കുട്ടി ഈ കോഴിക്കുട്ടി എനിക്കറിയാം നീ പോടാ കോഴിക്കുട്ടി എന്താ ചെയ്യാൻ നടക്കുന്നു ഇവനെന്താ ഞാൻ അമ്മ എന്നാ വിചാരിച്ച് എൻ്റെ പുരയുള്ള ആരും ഒന്നല്ല പടാ ഇങ്ങനെ നോക്കും അതോ ഇയാളേത് പോയ്യേ പോ ഇങ്ങനത്തൊരു കൃഷി ചെയ്യാൻ സമ്മതിക്കാണ്ട് ഞാൻ എൻ്റെ അമ്മയൊന്നുമല്ല പടാട്ട് ഈ കോൺമുട്ട പൊട്ടിച്ച് അതാ പ്രശ്നം അതാ വരുന്നു വയ്ക്കാറ് ഞാൻ കൊല്ലിട്ടോ ഞാനിപ്പോൾ കൊല്ലും ഇതിനെ കൊണ്ട് വാളെടുക്കാം നീ ജീവിച്ചു വെക്കോ പറ്റില്ല അവസാനം കൊല്ലാൻ പോവാ എൻ്റെ പോവാണ്ടാവും നീ വെറുതെ ചിക്കൻ കറി വെക്കണല്ലോ പൊക്കോ എന്താ വരാത്ത സീഡ്സ് കാണുമ്പോൾ വരുന്നത്
ഓ അതിനാണ് തിരിഞ്ഞു നോക്കിയാലോ. ഇല്ല, വെറുതെ പോയി കൊന്നൊരു ചിക്കൻ കഷ്ണം പോയി. അതാ ഈ കാണുന്ന ഇഷ്ടപ്പാട്ട് ഓടിച്ചിട്ട് പോയി ആ ഒച്ച കിട്ടില്ല. പോട്ടടാ അതിനകത്ത് മട്ട ബിരിയാണി ഉണ്ടാക്കും, അല്ല ബീഫ്. ഇനി നമുക്ക് റോക്കി ബായി ഒന്ന് പിന്തുടരാം. റോക്കി ബായ് റോക്കി, റോക്കി ബായ് റോക്കി. ഒന്ന് സ്വർണം തേടിയുള്ള യാത്രയാണ് റോക്കി ബായിൻ്റെ ഒപ്പം. റോക്കി ബായ് കല്ല് പൊട്ടിക്കാൻ വാ. റോക്കി ബായിനെ കൊണ്ട് ഭയങ്കര നഷ്ടമാണ്. റോക്കി ബായ് റോക്കി, റോക്കി ബായ് ബായ് റോക്കി, റോക്കി ബായ് ബായ് റോക്കി. കുറച്ച് ഞാൻ കല്ല് പൊട്ടിക്കട്ടെ. 1 hour later. പരലോകത്തേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു വീണ്ടും. ഈ കൊയ്യെന്ന് ഒന്നുകൂടി ഇറങ്ങും. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി സ്വർണം തേടി യാത്ര ഇതിനുള്ളിൽ കൂടിയാക്കാം. കുഴിച്ച് കുഴിച്ചങ്ങോട്ട് പോവാം. അല്ലേ വേണ്ട. Tomorrow.